പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ശരീരമായി തീരും എന്നത് ഒരു സത്യമാണ്. എന്നാൽ നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു എന്ന സത്യം നമ്മൾ വിസ്മരിക്കരുത്. അതെ, ജീവിതത്തിൽ നന്മയും ദീർഘായുസും ഉണ്ടെങ്കിലല്ലേ ഭാര്യയോട് പറ്റിച്ചേർന്ന് സന്തുഷ്ടമായ ജീവിതം നയിക്കാനാവൂ. സ്നേഹിത, ക്രൂശിൽ ജീവൻ വെടിയുന്ന വേളയിൽ പോലും യേശു തൻ്റെ അമ്മയുടെ കാര്യത്തിൽ കരുതലുള്ളവനായിരുന്നു. അതുകൊണ്ടല്ലേ കുരിശിനരികിൽ വെച്ച് യേശു തൻ്റെ അമ്മയെ താൻ സ്നേഹിച്ച ശിഷ്യന്റെ പക്കൽ ഏൽപ്പിച്ചത്. ആകയാൽ ദീർഘായുസോടെ നന്മ നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാം. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ.